നമുക്കൊന്ന് ബംഗാളിലേക്ക് ഒന്ന് പോയാലോ. ബംഗാളി ബ്രെഡ് ലൂച്ചി നമ്മുടെ പൂരിയുടെ ഒരു അളിയനായിട്ട് വരും കേട്ടോ. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാ. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് 10 ലൂച്ചി ഉണ്ടാകാം കേട്ടോ. ഒരു 200 ഗ്രാം മൈദ, 4 ഗ്രാം ഉപ്പ്, 10 ഗ്രാം പഞ്ചസാര, 1 ടീസ്പൂൺ ഫെനലിൻ്റെ പൗഡർ, പെരിഞ്ചീരകം എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇത് നടുക്കിലൊരു കുളം കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 15 ml ഓയിൽ. അത് കഴിഞ്ഞാൽ അതൊന്ന് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് പേസ്ട്രി കിട്ടുന്നതിൻ്റെ ഒരു ഇത് കിട്ടും. ഇതിന് വേണ്ടത് നമുക്ക് 110 ഗ്രാം വെള്ളമാണ്. അത് ആ സെൻറ്ററിലേക്ക് വീണ്ടും ഒഴിക്കുക. അത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്മൂത്തായിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റോളം ഇങ്ങനെ നീഡ് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ടൊരു ഡോ കിട്ടും. അപ്പോൾ നമ്മളൊരു ബോളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഡോ അതിലേക്ക് വയ്ക്കാം. കവർ ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം കേട്ടോ. 30 മിനിറ്റിന് ശേഷം കവറ് മാറ്റാം. അത് കഴിഞ്ഞാൽ ഒരു 40 ഗ്രാം ബോളുകൾ നമുക്ക് പിടിക്കാം. ഇങ്ങനെ വലിച്ച് നീട്ടി സെൻറ്ററിലേക്ക് വെച്ച് അതിൻ്റെ അടിയിൽ നിന്ന് തള്ളി കൊടുത്ത് ഇങ്ങനെ ബോൾ പിടിക്കാം. ഓക്കെ, അപ്പോൾ 10 ബോളുകൾ നമുക്ക് കിട്ടി. ബോൾ ഒഴിക്കാൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാതെ ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ റോളിംഗ് പിൻ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുത്ത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൂൺ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോഴാണ് അത് അങ്ങോട്ട് പൊന്തി വരുള്ളൂ. കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ തനി സ്വരൂപം പുറത്ത് വരും. ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് വരും. ഇതധികം കളറടിക്കില്ല കേട്ടോ, പൂരിയുടെ പോലെ എല്ലാം വെളുത്തിരിക്കും. അങ്ങനെ എല്ലാ ലൂച്ചികളും വറുത്തെടുക്കുക. പരിപാടി റെഡി ആയിട്ട് അത് കഴിഞ്ഞാൽ നല്ല കറിയുടെ കൂടെ നമ്മൾ കഴിക്കാം. ഞാനിവിടെ ഡിഗി സ്റ്റൈൽ ഗ്രീൻ പീസിന്റെ കറിയാണ് ഇതിന്റെ റെസിപ്പിന്റെ ചാനലുണ്ട്. അപ്പൊ നമ്മുടെ ലൂച്ചി ബ്രെഡ് പൂരി, ഒരു ബംഗാളി പൂരി റെഡിയാണ്. ഞാൻ ഈ ലൂച്ചി ബ്രെഡിന്റെ കൂടെ ട്രൈ ചെയ്യുന്നത് ഒരു ഗ്രീൻ പീസ് കറി ഡിഗി സ്റ്റൈല്. ഓർമ്മയുണ്ടോ? എന്റെ റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒന്ന് പിടിച്ചോക്കാം. ഞാൻ ഇരുന്നോട്ടെ. ഇടുക, ഒന്നും പറയാനില്ല. ഇത് ഒറ്റയ്ക്ക് നിന്ന് നോക്കാം. ഒറ്റയ്ക്ക് തിന്നാലും അടിപൊളിയാണ് കേട്ടോ. ഇവിടേക്ക് ഒരു ഫെനലിന്റെ ടേസ്റ്റ് കിട്ടുവാനുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.